ഹായ്, എൻ്റെ പേര് ആനിമെ മോജോ. ദ ഗ്രേറ്റ് ഈസ്റ്റ് ഡെവലപ്പർ എന്ന മാങ്ക എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. കഥ എന്ന് പറയുന്നത് ഒരു സിവിൽ എഞ്ചിനീയറായൊരു ക്ലാസ് സ്റ്റുഡൻറ്റ് അവൻ വായിച്ചുകൊണ്ടിരുന്നൊരു ബുക്കിൽ അകപ്പെടുന്നു, ആ ബുക്കിലോട്ടെത്തുന്നതും ആ ബുക്കിൽ നടക്കുന്ന കാര്യങ്ങളുമാണ്. ഇതിലെ കഥാനായകൻ്റെ യഥാർത്ഥ പേര് സൂഹോ കിം എന്നാണ്. നമുക്ക് കഥാനായകൻ എന്ന് തന്നെ വിളിക്കാം. കഥ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ഡിസ്പ്ലേയിൽ അലാം തെളിഞ്ഞു കാണുന്നു. അങ്ങനെ കഥാനായകൻ ഇവിടെ വച്ചുണരുന്നു. കഥാനായകൻ്റെ മുന്നിൽ ഒരു ഡിസ്പ്ലേ പ്രത്യക്ഷമാകുന്നു. അങ്ങനെ കഥാനായകൻ ഇത് ഏതാ വേൾഡ് എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ കഥാനായകൻ റിയലൈസ് ചെയ്യുന്നു ഇത് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്കിലെ ലോകമാണെന്ന്. അങ്ങനെ കഥാനായകൻ്റെ ഹെൽത്തിനെ കുറിച്ച് അതേ ഡിസ്പ്ലേയിൽ എന്തോ കാണുന്നു. അങ്ങനെ മാസ്റ്റർ ലോഡ് എന്നൊരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ കാണുന്നു. ഇയാളാണ് ഈ കഥയിലെ പ്രോട്ടോകോണിസ്റ്റ്, അതായത് അവൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്കിലെ പ്രോട്ടോകോണിസ്റ്റാണ് ഇദ്ദേഹം. ഇവിടെ വെച്ചാണ് ഇപ്പോൾ ഈ കഥാനായകൻ അകപ്പെട്ട വേൾഡിൻ്റെ പേര് പറയുന്നത്. നൈറ്റ് ഓഫ് ബ്ലഡ് എന്നാണ് ഈ കഥയുടെ പേര്. അങ്ങനെ കഥാനായകൻ അവിടെ നിന്ന് അവിടുത്തെ അങ്ങാടിയിലോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ കഥാനായകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ അവിടുത്തെ ആ നൈറ്റ് ഓഫ് ബ്ലഡ് എന്ന ആൾ പറയുന്നു, നിങ്ങളെല്ലാം സ്വയം മനസ്സിലാക്കിയല്ലേ എന്ന്. അങ്ങനെ മാസ്റ്റർ എന്ന ആളെ നമുക്കിത് സേവിയർ എന്ന് വിളിക്കാം, അതാണ് അവനക്ക് പറ്റിയ പേര്. അങ്ങനെ മാസ്റ്റർ ഇവനെ കുറേ ഉപദേശിക്കുന്നു. നിങ്ങൾ ഇന്നലെ കള്ളു കുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെക്കുറിച്ചൊക്കെ മാസ്റ്റർ അദ്ദേഹത്തെ ബോധിപ്പിക്കുന്നു. അങ്ങനെ കിം ജോങ് ചിന്തിക്കുകയാണ്, ഈ കഥയിൽ കിം ജോങ് ഈ നാടിനെ നശിപ്പിക്കുന്നതായിട്ടും ഒക്കെയുണ്ട്. അപ്പോൾ അതേ ഗതിയാണ് എനിക്കും വരാനുള്ളത് എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഈ കിം ജോങ് നശിപ്പിച്ചത് കൊണ്ട് കള്ളു കുടിച്ച് മരിക്കും എന്നൊക്കെയാണ് ഈ കഥയിൽ നൈറ്റ് ഓഫ് ബ്ലഡിൽ പറയുന്നത്. അപ്പോൾ അതേപോലെ എനിക്കും വരുമെന്ന് കരുതി അദ്ദേഹം പേടിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സേവിയറും നമ്മുടെ കഥാനായകൻ്റെ അമ്മയും കൂടി നടക്കുകയാണ്. സേവിയർ കഥാനായകൻ്റെ അമ്മയോട് കുടിച്ച് പ്രശ്നമുണ്ടാക്കിയൊക്കെ പറയുന്നു. അപ്പോൾ കഥാനായകൻ്റെ അമ്മ പറയുന്നു, നീ അവരോട് പോയി സോറി പറയാൻ, പബ്ബിലെ ആളോട്. അപ്പോൾ കഥാനായകൻ എസ് പറയുന്നു. ഇത് കേട്ട് ഇവർ രണ്ടാളും ഞെട്ടുന്നു. ഇവൻക്കെന്താ ഇങ്ങനൊരു മാറ്റം എന്ന് അവർ ചിന്തിക്കുന്നു. അങ്ങനെ കഥാനായകനും സേവിയറും കൂടി നാട്ടിലോട്ട് സോറി പറയാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അവിടെയുള്ളവരൊക്കെ പേടിക്കുന്നു. ഇവൻ കള്ളു കുടിച്ച് പ്രശ്നമുണ്ടാക്കുമോ എന്ന് കരുതി അവരെല്ലാവരും മാറി നിൽക്കുന്നു. കുട്ടികളെല്ലാം അവിടെ നിന്ന് ഓടുന്നു. അവനെ കണ്ട് എല്ലാവരും ഭയക്കുകയാണ് ഇവിടെ. അങ്ങനെ കഥാനായകനും സേവിയറും നടന്നു വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലോങ് വീഡിയോ ആണെങ്കിൽ നിങ്ങളെല്ലാവരും പറയാം. ഒരൊറ്റ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളി. ഞാൻ പോയി.